നല്ലൊരു നന്ദി പ്രകാശനം നടത്താതെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അവസാന ഇതിലോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി ശ്രീരാഗം ഓഡിറ്റോറിയത്തിൻ്റെ ഇനാഗുറേഷനോടനുബന്ധിച്ച് നമ്മളെ ക്ഷണിച്ച ഈ കുടുംബത്തിലെ എല്ലാവർക്കും ശ്രീജി അടക്കം, ഇന്ദിര ചേച്ചിയും പിന്നെ അച്ഛൻ്റെ പേരെന്തായിരുന്നു, ശിവശങ്കരൻ നായർ ചേട്ടനടക്കം ആ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്, ഒരു കൈയ്യടി കൊടുത്ത്. അവരാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ഞാൻ ആദ്യം തൊട്ട് കാണുന്നതാണ്, അങ്ങ് അവസാനം വരെയുള്ള ആൾക്കാർ ഇതാ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് 2.5 മണിക്കൂറോളം ഏകദേശം എടുക്കും. ഇത്രയും നേരം ഇത്രയും സ്നേഹത്തോടെ കൈയടിച്ച് ചിരിച്ച് ദൂരെ നിന്ന് കാണാൻ പോലും പറ്റാത്ത ആൾക്കാർ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനായിരിക്കും അവർ വരുന്ന് നിൽക്കുന്നത്, അവർക്ക് ഒരു പൊടി പോലെ ആയിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുന്നത്. എന്തിന് ഈ മതിലിൻ്റെ സൈഡിൽ വരെ നിൽക്കുന്ന ഈ പിള്ളേർക്കടക്കം എല്ലാവർക്കും, ഇനി ഫ്രണ്ട് തൊട്ട് ഏറ്റവും ലാസ്റ്റ് വരെയുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആസ്വാദകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഒരുപാട് സ്നേഹത്തോടെ ഇനി എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ ഈ നാട്ടിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ വെച്ച് കാണുമ്പം ഒന്ന് റിമി ചേച്ചിന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാനും അങ്ങോട്ട് ഹലോ എന്ന് പറഞ്ഞിരിക്കും. അതെൻ്റെ വാക്കാണ്. പക്ഷെ വന്ന് വിളിക്കണം. സാധാരണ സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ജാടയാണെന്ന്, ഞാൻ വിചാരിക്കും നിങ്ങൾക്കും ജാടയാണ്. എല്ലാവരുമല്ല, ചില ആൾക്കാർ കണ്ടിട്ട് ഇങ്ങനെ മാറി നിന്നൊക്കെ പറയും, അല്ലെങ്കിൽ വേണ്ട അപ്പം അങ്ങനെ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട, ഒന്ന് അടുത്ത് വന്ന് റിമി ചേച്ചിന്ന് വിളിച്ചാൽ തീരുന്ന ഒരു അകൽച്ചേ നമ്മുടെ ഇടയിലുള്ളൂ. വേറെ വിശേഷമൊന്നുമില്ല. ഈ പ്രോഗ്രാം മനസ്സറിഞ്ഞ് നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ഒരു കൈഡിയിലൂടെ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇനി എന്ന് കാണും നമ്മൾ? മനസ്സ് പിടഞ്ഞ് ഞാൻ ചോദിക്കുന്നത്, എവിടെ വെച്ച് കാണും ഇനി നമ്മൾ? കുറച്ച് നേരം കൂടെ നമ്മളെല്ലാവരും കൂടെ വല്ലാണ്ട് അങ്ങ് അടുത്ത് പോയി അല്ലേ? ഓക്കെ. അപ്പോൾ വല്ലപ്പോഴും പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ പ്രാർത്ഥനയിൽ പറ്റുമെങ്കിൽ ഓർക്കുക, എവിടെ സ്വന്തം കാര്യം തന്നെ പ്രാർത്ഥിച്ച് തീരാത്തത്രയുണ്ട്. അതൊന്നും നടക്കില്ല. എന്നാലും എപ്പോഴെങ്കിലും എൻ്റെ മുഖം എവിടെയെങ്കിലും കാണുമ്പോൾ അതെങ്ങനെയെങ്കിലും നന്നായി ജീവിച്ചോട്ടെ എന്നൊന്നും മനസ്സിൽ വിചാരിക്കുക. അതൊരു ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ? ആണോ? എന്താ ചേട്ടാ ഒരു സങ്കടം പോലെ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതിനുമുമ്പ് നമ്മുടെ ബാൻഡിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും അവർക്ക് കൊടുക്കാൻ പറ്റിയ എല്ലാവർക്കും ഒരു കൈയ്യടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മ്യൂസീഷ്യൻസ് അത് ദൈവത്തിൻ്റെ കലാകാരന്മാരാണ്. പക്ഷെ അവർ പലപ്പോഴും ബാക്കിൽ നിൽക്കുന്ന പ്ലേ ചെയ്യുന്നത് കൊണ്ട് ചിലരുടെ പേര് നിങ്ങൾക്കറിയില്ല. അവരില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഒന്നും പാടാൻ പറ്റത്തില്ല. ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുക, അത് പഠിക്കുക, അത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇന്ന് അവർ എത്തി നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അത് ദൈവം കൊടുത്ത കലയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് കൈവച്ച് ഒരു നോട്ടെങ്കിലും കോഡ്സ് ഒന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ കാണുന്ന പോലെ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വർഷത്തെ പഴയ പ്രാക്ടീസ്. ലിജോയ്ക്ക് നല്ല കീബോർഡ് മാതൃകൻ, ലിജോയ്ക്ക് ഒരു ഗംഭീര കൈയടി. ഒന്നാകെ പിടിച്ചാൽ കുറച്ചുകൂടി കൈയടി കൊടുക്കാമല്ലോ, ഒന്ന് കൊടുത്തു നോക്കിയാൽ നല്ല ചേതമുണ്ടാകും. 2.5 മണിക്കൂർ ഇതുപോലെ കൈയടിച്ചിരുന്നെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ സൈഡൊക്കെ നല്ല ഒതുങ്ങി മെലിഞ്ഞിരുന്നായിരുന്നല്ലോ. ചിന്തിച്ചില്ല അല്ലേ? ലിനു ഓർക്കസ്ട്രയുടെ മാനേജർ മാത്രമല്ല, ഋതം താളത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ലിനുവിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞ് തന്നെ എല്ലാവരും പരക്കം വാങ്ങി നടക്കുകയാണ്. എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും പ്രോഗ്രാം ചെയ്യണമെന്നാണ് ലിനുവിൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. നല്ലൊരു കൈയ്യടി കൊടുത്ത ലിനുവിന്. സിജു ഗിറ്റാറിസ്റ്റ് സിജുവിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. അതുപോലെ എബി, ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തരുന്ന ഈ ടീമിലെ ആൾ ആരാന്ന് വെച്ചാൽ ഈ എബി ആണ്. എന്തോ ഈ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രോത്സാഹനം വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. എബി ഒരു സൂപ്പർ കൈയ്യടി കൊടുത്തു. എബി സ്പെഷ്യൽ കൈയ്യടി. അതുപോലെ ഡെൻസൻ ചേട്ടനൊക്കെ 1-1-3 തൊട്ട് നിങ്ങൾ കാണുന്നതാണ്. ഇങ്ങനെ ചിരിച്ച് നിൽക്കും ഗിറ്റാറിൽ. അപ്പം നിങ്ങൾ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതാണ്. ഈ ചിരിച്ചോണ്ട് വന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവ് തന്നെയാണ് കേട്ടോ. ചുമ്മാ കാണിച്ച് ചിരിച്ചോണ്ട് കറക്റ്റായിട്ട് വരണം. അല്ലാണ്ട് ചുമ്മാ ചിരിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. സുമിത്തിന് നല്ലൊരു കൈയ്യടി കൊടുത്തു. സുമിത്. സജാദേട്ടൻ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ. നമ്മളിവിടെ എന്തൊക്കെ തലകത്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. സൗണ്ട് എഞ്ചിനീയർ സജാദേട്ടന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ലൈറ്റ് സാജാണ് ലൈറ്റ്. DJ വീഡിയോ ആദർശ്. എവിടെ ആദർശിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അജീഷ് SFS ഇതൊന്നൊക്കെ പറയണം. ഇനി എന്താ മക്കളെ, എന്താണ് സൈഡിൽ നിന്നൊരു ഒച്ചപ്പാട്? നമ്മൾ ഫൈനൽ സോങ്സിലോട്ട് കിടക്കുകയാണ്. അതിനായിരുന്നോ ഇച്ചിരി ദൂരത്തായി പോയി. നിങ്ങളെപ്പോലുള്ള എനർജി ആയിരുന്നു എനിക്ക് ആവശ്യം. പക്ഷേ അടിച്ചു പൊളിച്ചല്ലോ.
ബാക്കിലാണെങ്കിലും അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനിപ്പോൾ ഇനി പാടാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാട്ടുകൾ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെ നിരത്തി പിടിച്ചങ്ങ് പാടാൻ പോവാം. ഇതിന് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എണീപ്പിക്കുകയും ചെയ്യും. ഒരാൾ പോലും കസേരയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കൊച്ചു വിളിച്ചടക്കം എല്ലാവരും എണീറ്റിരിക്കണം. എണീറ്റില്ലെങ്കിൽ ഞാൻ പകുതി വെച്ച് നിർത്തും. മോനെ ഏതാ വലിയ പാട്ട് ചോദിക്കുകയാണോ? ഏതാ ജില്ലൻ ജില്ലാല. അതൊക്കെ ഇപ്പൊ കേട്ടോളൂ. റെഡി? ആർ യു റെഡി ഫോർ ദ ഫിനാലെ?